എല്ലാ ആത്മബന്ധുക്കൾക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ നമ്മിൽ നിന്നും അന്യമായ ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള അത്യാസക്തിയാണ്. അതിന് കാരണം തൻ്റെ സ്വരൂപം എന്താണ് എന്ന് മറന്നുപോയതാണ്. തന്നെ മറന്നു കഴിഞ്ഞപ്പോൾ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെല്ലാം തനിക്ക് സുഖവും സുരക്ഷയും തരും എന്ന് നാം ധരിച്ചുപോയി. ഈ ധാരണയാണ് നമുക്ക് പറ്റിയ തെറ്റ്. ആ തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ ഇവയോടുള്ള അത്യാസക്തി നാം കുറച്ചേ പറ്റൂ. അതിനോടുള്ള പറ്റ് അറ്റുപോകണം. പറ്റ് എന്ന് പറഞ്ഞാൽ അടുപ്പം. അത് നമുക്ക് ഇല്ലാതെയാകണം. ഒരു കവി പറയുന്നത് കേൾക്കൂ. പറ്ററ്റു പോകാതെ പറ്റില്ല ചെറ്റുമേ, പറ്റുവിൻ മൗനാമൃതത്തിൽ, തെറ്റിനി പറ്റാതിരിക്കുവാൻ നാം ഇനി പറ്ററ്റു പോകാൻ പഠിക്കാം. പറ്ററ്റു പോകാതെ പറ്റില്ല ചെറ്റുമേ, പറ്റ് അറ്റു പോകാതെ പറ്റില്ല ചെറ്റുമേ എന്ന് പറഞ്ഞാൽ അല്പം പോലും. പറ്ററ്റു പോകാതെ പറ്റില്ല ചെറ്റുമേ, ചെൽപ്പം പോലും അല്പം പോലും പറ്ററ്റു പോകാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല. പറ്ററ്റു പോകാതെ പറ്റില്ല ചെറ്റുമേ, പറ്റുവിൻ മൗനാമൃതത്തിൽ. പിന്നെ നമ്മൾ എന്തിനോടാണ് പറ്റേണ്ടത് എന്നാണ്. മൗനമായിരിക്കുന്ന അമൃതത്വത്തോട്. വാചാലത കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത, മൗനം കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ആ അമൃതതത്വത്തെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ അതിനോട് പറ്റുവിൻ, ആത്മാവിനോട് പറ്റുവിൻ. ലോകവിഷയങ്ങളോട് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബന്ധനത്തിനും നമ്മെ ബന്ധിപ്പിക്കും ദുഃഖത്തിനും കാരണമായി തീരുന്നു. എന്നാൽ മൗനാമൃതത്തോട് അല്ലെങ്കിൽ ആത്മാവിനോട്, പരമാത്മാവിനോട് പറ്റുകയാണെങ്കിൽ നമുക്ക് മോചനമായി, ആനന്ദമായി, സംതൃപ്തിയായി, സന്തോഷമായി, പൂർണ്ണതയായി. പിന്നെ മറ്റൊന്നും നമുക്ക് ആവശ്യമേ അല്ല. ഈ വെള്ളത്തിൽ കാണുന്ന പ്രതിച്ഛായയ്ക്ക് വേണ്ടി ആരെങ്കിലും കലഹം കൂട്ടുമോ? ഒരിക്കൽ 2 ഇണയാടുകൾ, ഒന്ന് ആണും ഒന്ന് പെണ്ണും, ഒരു തടാകത്തിൻ്റെ കരയിൽ പുല്ലും വള്ളികളും തിന്നുകൊണ്ടിരിക്കുക. തടാകക്കരയിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ മുരട്ട് ഒരു മുന്തിരിവള്ളി ആ മരത്തിൽ കയറി മുന്തിരിയുടെ ആ വൃക്ഷത്തിൻ്റെ ശാഖയിൽ ധാരാളം മുന്തിരിക്കൊലകളുണ്ട്. ഈ മുന്തിരിക്കുലകൾ വെള്ളത്തിലേക്ക് അതിൻ്റെ ഛായ ഈ പെണ്ണാട് കാണാനിടയായി. ആട് കണ്ടപ്പോൾ തൻ്റെ ഇണയോട് പറഞ്ഞു, നോക്കൂ നാഥ, നല്ല മുന്തിരിക്കുല അതാ ആ വെള്ളത്തിൽ കാണുന്നു, അത് പറിച്ചു കൊണ്ടുവരൂ, നമുക്ക് സ്വാദിഷ്ടമായി ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആണാട് നേരെ നോക്കി വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ആ വെള്ളത്തിന് അകത്ത് നല്ല മുന്തിരിക്കൊല കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കാണാനില്ല മുന്തിരി. ആഴത്തിൽ പലയിടത്തും തപ്പിത്തെരഞ്ഞു നോക്കി, ശ്വാസം മുട്ടി കരയ്ക്ക് കയറി. അപ്പോഴേക്കിന് പെണ്ണാട് ചെന്ന്, എവിടെ മുന്തിരിക്കൊല തരൂ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. ലജ്ജിതനായ ആണാട് പറഞ്ഞു, പ്രിയേ, ഞാൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ അത് ഏതു വഴിക്ക് പോയി എന്നറിയില്ല, എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞു. വെള്ളത്തിൻ്റെ ഓളമൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞപ്പോൾ മുന്തിരിക്കുല വീണ്ടും അതാ അവിടെ തെളിഞ്ഞു കാണുന്നു. അപ്പോൾ ആണാട് വീര്യത്തോടും അഹങ്കാരത്തോടും കൂടി പറഞ്ഞു, ദാ ഇപ്രാവശ്യം ഞാൻ ലക്ഷ്യം തെറ്റാതെ ചാടി
ആ മുന്തിരിക്കൊല നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം പ്രിയേ എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ഥാനം തെറ്റാതെ ലക്ഷ്യം വെച്ച് ഒരൊറ്റ ചാട്ടം. തഥൈവ മുന്നത്തെ മാതിരി തന്നെ മുന്തിരിക്കുല അവിടെ കണ്ടില്ല. കരയ്ക്ക് കയറി പല പ്രാവശ്യം ചാടി നോക്കി. എന്നിട്ട് മുന്തിരി കുല കിട്ടാതെ വിഷണ്ണനായി കരയ്ക്ക് കയറി എന്നാണ്. ഈ ആണാട് ചെയ്തതുപോലെ ആ പെണ്ണാടിന് ആ വെള്ളത്തിൽ കണ്ട മുന്തിരിക്കുലയിൽ പ്രിയം തോന്നുന്നത് പോലെ അത് പ്രാപിച്ചു കൊടുക്കാനായി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ ആണാടിനെ പോലെയാണ് ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങളും. ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളെല്ലാം ആ പരമാത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. അത് മനസ്സാകുന്ന ആ തടാകത്തിൽ പ്രതിഫലിച്ച് കാണുകയാണ്. അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് നാം ഇന്ദ്രിയദ്വാര ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായി അനുഭവമാകുന്നത്. അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് നാം അതിനെ പ്രാപിച്ചാൽ നമുക്ക് സുഖവും സുരക്ഷയും കിട്ടും എന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുന്നു ജനിച്ച നാൾ മുതൽ മരണം വരെ. എത്ര ചാടിയാലും വെള്ളത്തിൽ കണ്ട പ്രതിഫലിച്ചു കണ്ട മുന്തിരിക്കുല കൈക്കലാക്കാൻ സാധിക്കുമോ? അപ്രകാരമാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം. അനേക കോടികൾ സമ്പാദിച്ചാൽ, അതിമനോഹരമായ വീടുണ്ടാക്കിയാൽ, അതുപോലെ മുകേഷ് അംബാനി തൻ്റെ ഭാര്യയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്തത് ഒരു വിമാനമാണ്. ആ വിമാനം വീടിൻ്റെ മേൽക്കൂരയിൽ വന്നിറങ്ങാൻ പറ്റിയ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്താലും അതിലെന്ത് സംതൃപ്തിയാണുള്ളത്? ഇതുപോലെയാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം. നാം സമ്പാദിച്ചാലും വാരിക്കുട്ടിയാലും ഒന്നും തന്നെ നമുക്ക് പൂർണ്ണ സംതൃപ്തി തരാൻ സാധിക്കുകയില്ല. ഭാരതത്തിൽ വന്ന് രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി തിരിച്ചു പോകുമ്പോൾ നിരാശനും ദുഃഖിതനുമായി ഒരു വലിയ സന്ദേശം തന്നുകൊണ്ടാണ് അദ്ദേഹം മരണവക്ത്രത്തിലേക്ക് അഴിഞ്ഞു വീണത്. അദ്ദേഹം എൻ്റെ ശവക്കല്ലറയ്ക്ക് 2 സൈഡിലും 2 ദ്വാരമുണ്ടാക്കണമെന്നും അതിലൂടെ എൻ്റെ കൈകൾ പുറത്തേക്കിടണമെന്നും അനുചരന്മാർക്ക് ആജ്ഞ കൊടുത്തു. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ അവർ അതുപോലെ ചെയ്തു. ഞാനിതെല്ലാം വെട്ടിപ്പിടിച്ചെങ്കിലും ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന സന്ദേശമായിരുന്നു ആ അവസാനം അദ്ദേഹത്തിന് നൽകാനുള്ളത്. ആ സന്ദേശം ആദ്യമേ നൽകിയിരുന്നെങ്കിൽ, താൻ അനുസരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും മഹാപാപങ്ങൾ ചെയ്യുമായിരുന്നുവോ? എത്രയെത്ര ജനങ്ങളെ കൊലപ്പെടുത്തി ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടാണ് എൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ഈ രാജ്യം ആരുടേതാണ്? ഇത് സർവേശ്വരൻ്റെ രാജ്യമാണ്. അത് കുറച്ചു കാലം എൻ്റേതെന്ന് നാം അഹങ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും അനുഭവിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എൻ്റേതാക്കുന്ന അഹങ്കാരം അജ്ഞതയല്ലേ? അതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ. അതിനാൽ ഇതിനോടുള്ള പറ്റ് അറ്റുപോണം. പറ്ററ്റു പോകാതെ പറ്റില്ല ചെറ്റുമേ, പറ്റുവിൻ മൗനാമൃതത്തിൽ തെറ്റിനെ പറ്റാതിരിക്കുവാൻ നാമിനി പറ്ററ്റു പോകാൻ പഠിക്കാം. നമ്മൾ പഠിക്കേണ്ടത് പറ്റ് അറ്റ് പോകാനാണ്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും സ്വസ്ഥത ഈ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഈ പദ്യശകലം നിരന്തരം മനനം ചെയ്തു നോക്കൂ. എത്ര വലിയ സത്യമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. അതിനാൽ ഇതെപ്പോഴും ഓർക്കുക, മനനം ചെയ്യുക, ചിന്തിക്കുക. നമ്മുടെ മനസ്സിൽ ഈ ചിന്ത നിലനിൽക്കുക. പറ്റുവിൻ മൗനാമൃതത്തിൽ, മൗനമായിരിക്കുന്ന പരമാത്മാവിൽ പറ്റൂ. മറ്റതിനോടുള്ള പറ്റ് അറ്റുപോകട്ടെ. പറ്ററ്റു പോകാതെ പറ്റില്ല തെറ്റുമേ, പറ്റുവിൻ മൗനാമൃതത്തിൽ തെറ്റിനെ പറ്റാതിരിക്കുവാൻ നാമിനി പറ്ററ്റു പോകാൻ പഠിക്കാം.